തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ സച്ചു ഓക്കെ ആയിരുന്നുവെങ്കിലും വിച്ചുവിൻ്റെ സൈലൻസ് അവൻ്റെ ഉള്ളിൽ എന്താ എന്ന് പറയാതെ പറഞ്ഞുകൊടുത്തു അവർക്ക്. അത് മനസ്സിലാക്കി എന്ന പോലെ സച്ചു സിദ്ധുവിൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണ് ചെമ്മി കാണിച്ചു അവൻ. എന്താ വിച്ചൂട്ടാ നീ ഇത്ര സൈലൻ്റ്? സാധാരണ വണ്ടി തിരിച്ച് വെക്കുന്നതാണല്ലോ. എനിക്കൊരു മൂടില്ല കണ്ണാപ്പി. എന്നെ അനൂപിൻ്റെ വീട്ടിലേക്ക് വിട്ടാൽ മതി, വൈകിട്ട് തിരിച്ചു വരാം. എന്തിനാ നീ ഇപ്പോൾ അനൂപിൻ്റെ വീട്ടിൽ പോകുന്നത്? സാധാരണ നമ്മൾ സൺഡേ ഔട്ടിങ്ങിന് പോകുന്നതല്ലേ? നീ തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത് നിനക്ക് സൂര്യയുടെ പുതിയ സിനിമ ഇറങ്ങി അത് കാണാൻ പോകണമെന്ന്? അത് ഞാൻ ഇന്നലെയല്ലേ പറഞ്ഞത്. ഇന്ന് എനിക്കൊരു മൂഡില്ല, നിങ്ങൾ പോയിട്ട് വാ. ആരോ പറഞ്ഞത് കേട്ടിട്ട് ഉപേക്ഷിക്കാനുള്ള ബന്ധം മാത്രമേ വൈച്ചുവിന് അവൻ്റെ അമ്മാളുമായിട്ടുള്ളത് എങ്കിൽ നിർബന്ധിക്കാൻ നിൽക്കേണ്ട കണ്ണേട്ടാ. അവൻ എവിടെയാണെന്ന് വെച്ചാൽ പോകട്ടെ, എനിക്ക് എവിടെയും പോവണ്ട. നിങ്ങൾ രണ്ടും ഇങ്ങനെ തുടങ്ങിയാൽ ഞാനെന്ത് ചെയ്യും? വിച്ചു, ഇപ്പം ഇത്ര സെൻറ്റിയാക്കാൻ അവിടെ എന്താ നടന്നത്? ബി കൂൾ മാൻ. ആരും ഒന്നിൻ്റെയും ഇടയിലല്ല കണ്ണേട്ടാ. അവൻ്റെ വാക്ക് കേട്ട് എന്നോട് മിണ്ടാതിരിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ വൈച്ചുവിന് അത്രയേ ഉള്ളൂ എന്നല്ലേ? അമ്മാളു എന്ന് പറഞ്ഞു നടന്ന ആള് ഇതുവരെ എന്നോടൊന്നും മിണ്ടിയിട്ടില്ലല്ലോ. മറ്റൊരാൾ പറഞ്ഞാൽ തീരാവുന്ന ബന്ധമാണോ വൈച്ചുവിന് എന്നോട്? ഞാനിന്ന് എവിടെയും വരുന്നില്ല കണ്ണേട്ടാ. നല്ല തലവേദന, വീട്ടിൽ പോകാം. വീട്ടിലെത്തിയിട്ടും രണ്ടും ശീതസമരത്തിലായി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ സിദ്ധുവും. ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽപ്പെട്ട അവസ്ഥയായി അവന്. രാത്രിയിൽ ആഹാരം കഴിക്കുന്ന സമയവും വിച്ചു സച്ചിയോട് ഒന്നും സംസാരിച്ചില്ല. അതവൾക്ക് എത്ര വിഷമമായി എന്ന് ആ കലങ്ങിയ കണ്ണുകൾ കൊണ്ട് തന്നെ സിദ്ധുവിന് മനസ്സിലായി. എങ്കിലും അവനായി ഒന്നും പറയാൻ നിന്നില്ല. രണ്ടുപേരും തമ്മിൽ പറഞ്ഞു തീർക്കേണ്ടേ എന്ന് വിചാരിച്ചു. കിടക്കാൻ മുറിയിലേക്ക് ചെന്ന സിദ്ധു കാണുന്നത് തലയിണയിൽ മുഖമമർത്തി നിശബ്ദമായി കരയുന്ന സച്ചുവിനെയാണ്. അത് കണ്ടതും പതിയെ ബെഡിലിരുന്ന സിദ്ധു അവളെ നെഞ്ചോട് ചേർത്തു. രാവിലെ മുതൽ ഈ കണ്ണ് നിറയാൻ തുടങ്ങിയതല്ലേ പെണ്ണെ? ഇത്രയും മതി, ഇനി കരയല്ലേ പ്ലീസ്. നിന്റെ കണ്ണുനീർ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ സഹിക്കുന്നില്ല സച്ചു. വിച്ചുവിനെ നാളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഒന്നും വേണ്ട കണ്ണേട്ടാ. എപ്പോഴും എൻ്റെ പുറകിൽ നടക്കുന്ന ചെക്കൻ ഇന്ന് ഒന്നും സംസാരിക്കാതിരുന്നപ്പോൾ എന്തോ സഹിച്ചില്ല. അവൻ തന്നെയല്ലേ എപ്പോഴും പറയുന്നത് ഞാൻ അവൻ്റെ ഏട്ടത്തിയമ്മയാണെന്ന്. ഏട്ടത്തിയമ്മ അമ്മയ്ക്ക് തുല്യല്ലേ? അവൻ്റെ അമ്മയോട് ഇങ്ങനെ മിണ്ടാതിരിക്കൂ? അവർ പറഞ്ഞതിൽ ഒരു കാര്യവുമില്ലെന്ന് അവനും അറിയാവുന്ന കാര്യമല്ലേ? പിന്നെ എന്താ വൈച്ചു ഇങ്ങനെ നടക്കുന്നത്? എത്ര നാളായി അവൻ എന്നെ കാണാൻ തുടങ്ങിയിട്ട്? ഇതുവരെ എന്നോടിങ്ങനെ സംസാരിക്കാതെ ഇരുന്നിട്ടില്ല കണ്ണേട്ടാ. എനിക്ക് അവൻ്റെ ഈ മൗനം സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് പറ കണ്ണേട്ടാ, എന്നോട് ദേഷ്യപ്പെടാനെങ്കിലും ഒന്ന് സംസാരിക്കാൻ. ഇതും പറഞ്ഞ് തന്നെ ചുറ്റി വരിഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന പെണ്ണിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ കുഴഞ്ഞു. കണ്ണേട്ടൻ്റെ സച്ചുവല്ലേ, ഇങ്ങനെ കരയല്ലേ? നാളെ എല്ലാ പ്രശ്നവും സോൾവ് ആക്കാം. നിന്റെ ഏട്ടനല്ലേ പറയുന്നത്, ഉറങ്ങിക്കോ. ഇതും പറഞ്ഞ് സച്ചുവിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ സിദ്ധുവിൻ്റെ ചിന്ത മുഴുവൻ വിച്ചുവിനെ കുറിച്ചായിരുന്നു. സച്ചു അവന് ജീവനാണ്. ഏതു നേരവും അമ്മാളു എന്ന് പറഞ്ഞ് നടക്കുന്നവൻ. ആ ചെക്കനാണ് ഇന്നാദ്യമായി അവളോടിങ്ങനെ. പലപ്പോഴും അടിയിട്ട് താൻ മിണ്ടാതിരിക്കുമ്പോൾ പോലും സച്ചു ഇങ്ങനെ വിഷമിച്ചിട്ടില്ല എന്ന് അവൻ ഓർത്തു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് വിച്ചു നോക്കിയപ്പോൾ കാണുന്നത് സിദ്ധു അകത്തേക്ക് കയറി വരുന്നതാണ്. അവനെ കണ്ടപ്പോൾ തന്നെ വിച്ചു ചെവിയിലിരുന്ന ഇയർഫോൺ മാറ്റിവെച്ചു. എന്താ ഏട്ടാ ഈ സമയത്ത്? ഉറങ്ങിയില്ലേ? ഞാൻ എന്തിനാ വന്നത് എന്ന് നിനക്കൊട്ടും അറിയില്ലേ വിച്ചു? അതോ നീ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്നതാണോ? സിദ്ധുവിൻ്റെ ചോദ്യത്തിൽ ശരിക്കും എന്ത് പറയണമെന്നറിയാതെ വിച്ചു താഴെ നോക്കിയിരുന്നു. നിന്നോടാണ് വിച്ചു ഞാൻ ചോദിക്കുന്നത്. ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കണമെന്നുള്ള കാര്യം നിനക്കറിയില്ല എന്നുണ്ടോ? അതോ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ നിന്റെ തല കുനിയാൻ? പറയടാ. പതിവില്ലാതെ സിദ്ധുവിൻ്റെ ശബ്ദമുയർന്നതും വിച്ചു ഞെട്ടി സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കലങ്ങിയ കണ്ണുകൾ തന്നെ സിദ്ധുവിന് മനസ്സിലാക്കി കൊടുത്തു വിച്ചു അനുഭവിക്കുന്ന മാനസിക സംഘർഷം. എന്താ മോനെ നിനക്ക് പറ്റിയത്? എന്തിനാ നീ സച്ചുവിനോട് മിണ്ടാതെ നടക്കുന്നത്? ആ പാവത്തിന് അതെത്ര സങ്കടമായെന്നറിയോ? ഞാൻ പെട്ടെന്ന് അവർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെയായി ചേട്ടാ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ. അതുപോലെ തന്നെയായിരിക്കും അല്ലേ കോളേജിലുള്ളവർ പറയുന്നത്. ഞാൻ കാരണം അമ്മാളുവിന് ചീത്തപ്പേര്, ചേട്ടനും. വിച്ചു വിച്ചു നീ ചേട്ടൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. എനിക്ക് എന്ത് ചീത്തപ്പേരെന്നാണ് നീ ഈ പറയുന്നത്? നമ്മുടെ വീട്ടിൽ വേറെ സ്ത്രീകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നാട്ടുകാർ പറയുന്നതല്ലേ ഇതൊക്കെ.
നിനക്കും എനിക്കും സച്ചുവിനറിയാം നമ്മൾ തമ്മിൽ എന്താണെന്ന്. ബാക്കിയുള്ളതൊക്കെ നോക്കേണ്ട ഒരു കാര്യവുമില്ല. അല്ലെങ്കിലും നാട്ടുകാരല്ലല്ലോ നമ്മളെ വളർത്തിയത്. ഒരു പ്രായം വരെ നിനക്ക് ഞാനും എനിക്ക് നീയും ഉള്ളായിരുന്നു. ഇപ്പോൾ ആ 2 എന്നുള്ളത് 3 ആയി, അത്ര തന്നെ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ചേട്ടൻ്റെ ഭാര്യ, അവൾ പ്രായം കൊണ്ട് നിനക്ക് അനിയത്തിയായിരിക്കും. പക്ഷേ നിൻ്റെ അമ്മയുടെ സ്ഥാനമാണിപ്പോൾ. അമ്മയോട് സ്നേഹമുള്ള ഒരു മക്കളും സ്വന്തം അമ്മയെ തള്ളി പറയില്ല, ഏതവസ്ഥയിലും ചേർത്ത് പിടിക്കും. ഇന്ന് സച്ചുവിന് എന്തിനും ഞാനുണ്ട്. പക്ഷേ ഒരു സമയത്ത് എനിക്ക് എന്തെങ്കിലും പറ്റിയ നീ വേണം അവൾക്ക് ധൈര്യം കൊടുക്കാൻ. അപ്പോഴും നാട്ടുകാർ എന്തു പറയും, വീട്ടുകാർ എന്തു പറയും തുടങ്ങിയ ചിന്തകൾ വരരുത്. എനിക്ക് എന്തെങ്കിലും പറ്റിയാലും അവൾക്ക് അവളുടെ ദിക്കൂട്ടം കാണും. പക്ഷേ ആരും അവൾക്കത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും ദച്ചു ചേട്ടൻ അവളെ ചേർത്ത് പിടിക്കുമെന്ന് എനിക്കുറപ്പാണ്. ഒരു ചേട്ടൻ്റെ കുഞ്ഞിപ്പെങ്ങളായിരുന്നു അവൾ. ചേട്ടനായിരുന്നു അവളുടെ ലോകം. അങ്ങനെയുള്ള ജീവിതം എന്തെന്ന് പോലും അറിയാത്ത ഒരു പൊട്ടിപ്പെട്ടാണ് നിന്റെ ഏട്ടത്തി. അതുകൊണ്ടാണ് ചെറിയ കാര്യത്തിന് പോലും ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നത്. ഇന്ന് അവൾ ഒരു ഭാര്യയാണ്, ഒരു കുടുംബം നന്നായി തന്നെ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. നീ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്, അനിയൻ ഒക്കെയാണ്. ഇതുവരെ നിന്നോട് സംസാരിക്കാതെ ഒരു ദിവസമുണ്ടോ അവൾക്ക്? അപ്പോൾ പെട്ടെന്ന് നീ അങ്ങനെ മിണ്ടാതിരുന്നാൽ ആ പാവത്തിന് അതെത്ര സങ്കടമാകുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് തന്നെ രാവിലെ മുതൽ കണ്ണു നിറച്ച് നടക്കുന്നതല്ലേ. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപും കഴിഞ്ഞു ഒരു കരച്ചിൽ. അതുകൊണ്ട് എൻ്റെ വിച്ചൂട്ടൻ നല്ല മോനായി രാവിലെ തന്നെ സച്ചുവിനോട് സംസാരിക്കണം, കേട്ടല്ലോ? മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇങ്ങനെ സാഡായി ഇരിക്കരുത്. എനിക്ക് നിന്നെ വിശ്വാസമാണ്, അത് മതി. മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല നമ്മൾ ജീവിക്കുന്നത്. സമയം ഒരുപാടായി, നീ കിടന്നു. കുറച്ച് പെൻഡിങ് മെയിൽസ് ചെക്ക് ചെയ്ത് കിച്ചുചേട്ടൻ അയക്കാനുള്ളതാ. ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ആ മനുഷ്യൻ എന്നെ കൊല്ലും. കണ്ണാപ്പി, എന്താടാ? നമുക്ക് അമ്മാളുവിനെ ആദിചേച്ചിയുടെ അടുത്ത് സ്പെഷ്യൽ ക്ലാസ്സിന് വിട്ടാലോ? സ്ട്രോങ് ഗേൾ ആകണം. അമ്മാളും ഒരു തൊട്ടാവാടിയാണ്. പക്ഷേ ആദിചേച്ചിയെ കണ്ടില്ലേ, കിച്ചുചേട്ടൻ്റെ അയൺ ലേഡി. അതുപോലെ എൻ്റെ കണ്ണാപ്പി ഇനി വലിയ ബിസിനസ്മാൻ ആകുമ്പോൾ സപ്പോർട്ടിന് അമ്മാളുവിനെ ഇപ്പോഴേ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കണ്ടേ? എന്തിന്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിൻ്റെ അമ്മാളു തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ട്രെങ്ത്. ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോഴുള്ള അവളുടെ ഒരു തലോടൽ, കാഫി, ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അടുത്ത് വന്നിരുന്നുള്ള അവളുടെ കലപില സംസാരം. കിച്ചുചേട്ടന് ആദിചേച്ചി അയൺ ലേഡി ആണെങ്കിൽ സച്ചു എൻ്റെ ബാർബിഡോളാണ്. രാവിലെ അടുക്കളയിൽ സച്ചു പാത്രങ്ങളോട് ദേഷ്യം തീർക്കുമ്പോഴാണ് വിച്ചു അകത്തേക്ക് വന്നത്. അമ്മാളു, എൻ്റെ ബൂസ്റ്റ് ചോദിച്ച് അടുക്കളയിൽ കയറിയ വിച്ചു കാണുന്നത് തൻ്റെ നേരെ പറന്നു വരുന്ന ഓരോ പാത്രങ്ങളാണ്. എന്തിനാ ഇപ്പോൾ വരണേ? പോയി റൂമിൽ അടച്ചിരിക്കെ, അല്ലെങ്കിൽ അനൂപിൻ്റെ വീട്ടിൽ പോ. അപ്പോൾ എന്നെ കാണണ്ടല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും എന്നോട് പിണങ്ങുന്നവൻ ഇനി എന്നെ അമ്മാളു എന്ന് വിളിക്കണ്ട. ഞാൻ ആരുടെയോ അമ്മാളു അല്ല. നീ അതിന് എൻ്റെ മാത്രം അമ്മാളു അല്ലേ ഏട്ടത്തിയമ്മേ? ഇങ്ങനെ പിണങ്ങല്ലേ. പെട്ടെന്ന് എനിക്ക് വിഷമം വന്നിട്ടല്ലേ. ഇപ്പോൾ എൻ്റെ വിഷമമൊക്കെ മാറിയല്ലോ. എന്നോട് സംസാരിക്കാതെ ഇരുന്നാൽ ഞാനിന്ന് ഫുഡ് മുഴുവൻ തീർക്കും. പിന്നെ ആ കിളവിക്കുള്ളത് ഞാൻ എന്തായാലും കൊടുക്കും. അവർ പാർലറിൽ പോകുമ്പോൾ കാറിൻ്റെ ടയറിൻ്റെ കാറ്റൂരി വിട്ടിട്ടെങ്കിലും. അവർ കാരണല്ലേ എനിക്ക് സാഡായതും എൻ്റെ അമ്മാളു കുറേ കരഞ്ഞതും. സോറി ഏട്ടത്തി, ഇനി ഇങ്ങനെ ഉണ്ടാകില്ല. 2 ചെവിയിലും പിടിച്ചു വിച്ചു പറഞ്ഞതും പിന്നെയും പിണങ്ങിയിരിക്കാൻ അവൾക്ക് പറ്റിയില്ല. 2 പേരും കൂടി അടിയും വഴക്കുമൊക്കെയായി ബാക്കി ജോലികൾ കൂടി ചെയ്തു തീർത്തു. താഴേക്ക് വന്ന സിദ്ധു കാണുന്നത് കളിയും തമാശയും എല്ലാമായി ജോലികൾ ചെയ്യുന്ന വിച്ചുവും സച്ചുവിനെയുമാണ്. അടുക്കളയിലേക്ക് കയറാതെ റൂമിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ച് ജിമ്മിലേക്ക് പോകാൻ പോയതും പുറകിൽ നിന്നും വിളി വന്നു. കോഫി ടേബിളിൽ വെച്ചിട്ടുണ്ട് കണ്ണേട്ടാ, കുടിച്ചിട്ട് പോ. അത് കേട്ടതും അറിയാതെ അവൻ ചിരിച്ചുപോയി. ഈ പെണ്ണ്. സിദ്ധുവിനെ കാത്ത് ഹാളിൽ സച്ചുവും അവളുടെ മടിയിൽ തലവെച്ച് വിച്ചുവും കിടന്നു. എനിക്ക് മനസ്സിനാകെ എന്തോ പോലെ വഹിച്ചു. നീയൊന്ന് കണ്ണേട്ടനെ വിളിച്ചു നോക്കിയേ. ഇങ്ങനെ വെറുതെ ടെൻഷനാകലേ അമ്മാളു. കണ്ണാപ്പി ചിലപ്പോൾ കിച്ചുചേട്ടനെ കാണാൻ പോയി കാണും. എന്നോട് പറഞ്ഞായിരുന്നു എന്തോ വർക്കുണ്ട് എന്ന്. കണ്ണേട്ടൻ ഇങ്ങനെ താമസിക്കാറില്ലല്ലോ. നമ്മളെ ഒറ്റയ്ക്ക് ഇരുത്തുന്നത് ഏറ്റവും പേടി ഏട്ടന് തന്നെയല്ലേ. അത്യാവശ്യമായിരിക്കും അമ്മാളു, അല്ലെങ്കിൽ ലേറ്റ് ആകില്ലല്ലോ. രാത്രി ഒരുപാടായിട്ടും സിദ്ധു വീട്ടിൽ വന്നില്ല. വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ്. എനിക്ക് നല്ല പേടിയാകുന്നു വഹിച്ചു. കണ്ണേട്ടൻ ബാക്കി പറയാതെ സാക്ഷിയൊന്ന് വിതുമ്പി.
എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന് വിച്ചു പെട്ടെന്നാണ് കിച്ചുവിനെ വിളിച്ചത്. വിളിച്ചപ്പോൾ ഇതുവരെ അവിടെ ചെന്നിട്ടില്ല. പിന്നെ ഒന്നും ആലോചിക്കാതെ ദീക്ഷിതിനെ വിളിച്ച് വീട്ടിൽ വരാൻ പറഞ്ഞു, അത്യാവശ്യമാണെന്നും. ദീക്ഷിത് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടും സച്ചുവിൻ്റെ കരച്ചിൽ കൂടുന്നതല്ലാതെ കുറഞ്ഞില്ല. എൻ്റെ കണ്ണേട്ടൻ ഇങ്ങനെ താമസിക്കാറില്ല ചേട്ടായി. എനിക്കെന്തോ പേടിയാകുന്നു. ഒരുപാട് വിഷമം വരുമ്പോൾ മാത്രമാണ് സച്ചു ദീക്ഷിതിനെ ചേട്ടായി എന്ന് വിളിക്കുന്നത്. ദീക്ഷിത് സിദ്ധുവിന് എന്തെങ്കിലും അത്യാവശ്യം വന്നതുകൊണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം വിച്ചുവും കരച്ചിലായി. ഞങ്ങൾക്ക് വേറെ ആരുമില്ല തെച്ചു ചേട്ടാ. സച്ചുവിനെ ചേർത്ത് പിടിച്ച് വിച്ചു പറഞ്ഞതും ദീക്ഷിത് ആകെ വല്ലാതെയായി. ഒരു നേരം അവനെ കാണാതിരുന്നപ്പോഴുള്ള അവരുടെ അവസ്ഥ ഇതാണെങ്കിൽ സിദ്ധുവിന് എന്തെങ്കിലും പറ്റിയാൽ. രാത്രി ഏറെ വൈകിട്ടും സിദ്ധുവിനെക്കുറിച്ച് വിവരമൊന്നുമില്ലാതെ ഇരിക്കുമ്പോഴാണ് വീടിനു വെളിയിൽ ഒരു കാറ് വന്ന് നിന്നത്. സിദ്ധുവിനെ പ്രതീക്ഷിച്ചെന്ന് സച്ചു കാണുന്നത് കാറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ചേട്ടനും ചേച്ചിയും. പുറകിൽ നിന്നും 2 വാവകളെ എടുത്തു വരുന്ന അവർ ആരാണെന്നറിയാതെ വിച്ചുവിനെ നോക്കിയപ്പോൾ അവൻ അവർക്കരികിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അടുത്ത് വന്നപ്പോഴാണ് സച്ചുവിന് അവർ ആരാണെന്ന് മനസ്സിലായത്. സിദ്ധു എപ്പോഴും പറയുന്ന അവൻ്റെ കിച്ചു ചേട്ടനും ആദ്യ ചേച്ചിയും. ചേട്ടൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ചേച്ചിയെ ആദ്യമായായിരുന്നു അവൾ കാണുന്നത്. കിച്ചു ചേട്ടാ, എൻ്റെ കണ്ണാപ്പി. നീ ഇങ്ങനെ പേടിക്കാതെ വിച്ചു. അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. നമുക്ക് അന്വേഷിക്കാം. ആദ്യം മക്കളെ അകത്ത് കിടത്തട്ടെ, എന്നിട്ട് ഏട്ടൻ പോയി തിരക്കാം. വാ. അകത്തേക്ക് കയറിയ കിച്ചു കാണുന്നത് അവരെ തന്നെ നോക്കി നിൽക്കുന്ന സച്ചിയാണ്. കാണുമ്പോഴേ അറിയാം നന്നായി കരഞ്ഞിട്ടുണ്ടോ എന്ന്. അച്ചുവും നോക്കുകയായിരുന്നു സിദ്ധു എപ്പോഴും പറയുന്ന അവൻ്റെ ബാർബി ഡോളിനെ. ചേട്ടൻ്റെ മോൾ ഇങ്ങനെ കരയണ്ട. അവൻ എവിടെ ഉണ്ടെങ്കിലും നാളെ നിന്റെ മുൻപിൽ വരും, പോരെ? കിച്ചു അടുത്തു വന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതമെന്ന രീതിയിൽ തലയാട്ടി. മക്കളെ അകത്ത് കിടത്തിയിട്ട് അപ്പോൾ തന്നെ ഇറങ്ങിപ്പോകുന്ന കിച്ചുവിനെയും ദീക്ഷിതിനെയും നോക്കി നിന്നപ്പോഴാണ് ഒരു കൈ അവളുടെ തോളിൽ അമർന്നത്. ഞങ്ങളുടെ സിദ്ധുവിൻ്റെ ബാബി ഡോള്, ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അവനെ തിരക്കി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് കിരൺ പ്രസാദ് ആണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിന്റെ കണ്ണേട്ടനും കാണും കൂടെ. ആ കാര്യത്തിൽ നിനക്ക് കിച്ചുവേട്ടനെ വിശ്വസിക്കാം. ഇങ്ങനെ തന്നെ നിൽക്കാതെ മോള് കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. കുറച്ചു നേരം കൊണ്ട് തന്നെ നീ ആകെ കോലം കെട്ടു. വിച്ചുവിന് നീ വേണ്ടേ ധൈര്യം കൊടുക്കാൻ? സിദ്ധുവിനൊന്നും പറ്റില്ല, നീ വാ. ഒരു ചേച്ചിയുടെ അധികാരത്തോടെ അച്ചു പറഞ്ഞതും നിഷേധിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇവനിത് എവിടെ പോയതാ ദീക്ഷിത്? രാത്രി വെറുതെ മനുഷ്യനെ ടെൻഷനാക്കാനായിട്ട്. ഡ്രൈവിങ്ങിനിടയിൽ കിച്ചു ദീക്ഷിതിനോട് പറഞ്ഞു. ആവോ, അറിയില്ല ചേട്ടാ. സാധാരണ സിദ്ധു ഇങ്ങനെയൊന്നും ലേറ്റാകാറില്ല. ഓഫീസുകാരൻ സംസാരിക്കാൻ തന്നെ എന്നെ കാണാൻ വരുമ്പോൾ രാത്രി 7 മണിയായാൽ പറയും വീട്ടിൽ കുഞ്ഞിയും വിച്ചുവും ഒറ്റക്കാണ്, ബാക്കി കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കാമെന്ന്. ആ ചെക്കനാണ്. അവനങ്ങനെ ബിസിനസ് ഫീൽഡിൽ ശത്രുക്കളൊന്നുമില്ല എന്ന് എനിക്കറിയാം. കാരണം ആർക്കും അവനെ അങ്ങനെ അറിയില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് അവൻ വരുന്നത്. പിന്നെ ഇപ്പോൾ ഇതെന്താ? അല്ലെങ്കിൽ തന്നെ ഫോൺ ഓഫായാൽ അവൻ്റെ കയ്യിൽ പവർ ബാങ്ക് ഇല്ലേ? എപ്പോഴും ഞാൻ പറയുന്നതാ രാത്രിയിൽ ബൈക്കിൽ പോകരുത്, കാറിൽ തന്നെ പോകണമെന്ന്. പറഞ്ഞ അനുസരണ എന്ന കാര്യമില്ലല്ലോ ചെക്കന്. ഒരു ചേട്ടൻ്റെ ടെൻഷനിൽ കിച്ചു പറഞ്ഞതും എന്ത് പറയണമെന്നറിയാതെ ദീക്ഷിതിരുന്നു. അപ്പോഴാണ് ദച്ചു കഴിഞ്ഞ ദിവസം സിദ്ധു വീട്ടിൽ വന്നപ്പോഴുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തത്. ഇനി ആയുഷ് അവനെ എന്തെങ്കിലും. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് അവൻ്റെ അച്ഛൻ. അച്ഛൻ പറയുന്നത് അവൻ്റെ ദേവവാക്യവും. കിച്ചുവിനോട് ആയുഷിൻ്റെ കാര്യം പറയാൻ പോയപ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ഫോണെടുത്ത് അവിടെ നിന്നും പറഞ്ഞത് കേട്ടതും അവർ അവിടേക്ക് തിരിച്ചു. രാവിലെ മുതൽ വഴിയിലേക്ക് നോക്കിയിരിക്കുകയാണ് സച്ചിയും വിച്ചുവും. അച്ചു ഏറെ നിർബന്ധിച്ചിട്ടാണ് ഒരു ഗ്ലാസ് ചായയെങ്കിലും രണ്ടുപേരും കുടിച്ചത്. രണ്ടുപേരുടെയും കാത്തിരിപ്പ് കണ്ട് അച്ചുവിന് ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നി. സിദ്ധുവിനോടുള്ള അവരുടെ സ്നേഹമാണ് ആ കാത്തിരിപ്പ്. ഇന്നലെ തന്നെ രണ്ടുപേരും കരഞ്ഞത് അവർക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞാണെന്ന് അവൾ ഓർത്തു. എത്ര പേരുണ്ട് എന്ന് പറഞ്ഞാലും അതൊന്നും ഒരിക്കലും സിദ്ധുവിന് പകരമാകില്ലല്ലോ. ഉച്ചയോടെ കിച്ചുവിൻ്റെ കാർ എത്തിയതും വിച്ചുവും സച്ചിയും പ്രതീക്ഷയോടെ പുറത്തേക്കിറങ്ങി വന്നു. കാറിൽ നിന്നിറങ്ങിയ സിദ്ധുവിനെ കണ്ട് സച്ചി ശീല പോലെ നിന്നപ്പോൾ വിച്ചുവിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. തലയിലും കയ്യിലുമെല്ലാമുള്ള കെട്ട് കണ്ട് സച്ചി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് കിച്ചുവും വിച്ചുവും കൂടി അവനെ താങ്ങി റൂമിൽ കൊണ്ടുപോയത്. ഇത് എന്ത് പറ്റിയതാ കണ്ണാപ്പി? ഇന്നലെ എന്താ വീട്ടിൽ വരാഞ്ഞത്? വിളിച്ചിട്ട് ഫോണും എടുത്തില്ല. ഞാൻ എത്ര പേടിച്ചു എന്നറിയോ?
നിർത്താതെ വിച്ചു അവൻ്റെ വിഷമം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സിദ്ധു അവനെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. മറുകൈ സാക്ഷിക്ക് നേരെ നീട്ടിയതും മറ്റൊന്നും ആലോചിക്കാതെ സാക്ഷി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. അമ്മക്കിളി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ അവൻ്റെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന സച്ചിയെയും വിച്ചുവിനെയും കണ്ട് അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാതെ മറ്റുള്ളവർ റൂം വിട്ടിറങ്ങി. ഇങ്ങനെ പേടിക്കാൻ എനിക്കൊന്നുമില്ല, ചെറിയൊരടി അതിൻ്റെ ഇടയിൽ പറ്റിയതാണ്. അപ്പോഴേക്കും അർജു അവിടെ എത്തി. കൈ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് വേണം, അത്രയേ ഉള്ളൂ, അല്ലാതെ പേടിക്കാനൊന്നുമില്ല. രണ്ടുപേരും എന്തെങ്കിലും കഴിച്ചോ? എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഞാൻ വന്നില്ലേ, ഇനി കണ്ണു തുടയ്ക്ക്. എന്നെ കാത്ത് എൻ്റെ പെണ്ണും അനിയനും ഇരിക്കുമ്പോൾ എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? ഒരു ചിരിയോടെ സിദ്ധു പറഞ്ഞപ്പോൾ രണ്ടുപേരും ഒന്നുകൂടി അവനിലേക്ക് ചേർന്നു. എൻ്റെ ചേട്ടന് എന്തു പറ്റിയതാ കിച്ചു ചേട്ടാ? എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട, സത്യം മാത്രം പറഞ്ഞാൽ മതി. ഉറച്ച ശബ്ദത്തോടെ വിച്ചു പറഞ്ഞതും കിച്ചു നടന്നതെല്ലാം അവനോട് പറഞ്ഞു. ഇതിൻ്റെ പുറകിൽ ആയുഷും അവൻ്റെ അച്ഛനുമാണെന്നറിഞ്ഞതും അകത്തേക്ക് പോയ വിച്ചു തിരിച്ചു വന്നത് കയ്യിലൊരു ഹോക്കി സ്റ്റിക്കായാണ്. എന്താ നിന്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് എന്ത് ഉദ്ദേശം? എൻ്റെ ചേട്ടനെ അടിച്ചിട്ടത് ഏതവനായാലും സുഖമായിട്ട് ഉറങ്ങണ്ട, സമ്മതിക്കില്ല ഞാൻ. വെറുതെ തടയാൻ വരണ്ടേ കിച്ചു ചേട്ടാ. ചേട്ടൻ പറയുന്നത് ഒന്നും എതിർത്തൊരു വാക്ക് പോലും പറയാതെ അനുസരിക്കുന്നത് അകത്ത് കിടക്കുന്ന ആളായിരിക്കും. പക്ഷേ അതല്ല വിഷ്ണു. എൻ്റെ ചേട്ടൻ്റെ നേരെ കൈപ്പൊക്കിയവനെ വെറുതെ വിടാനും വേണ്ടിയുള്ള വിശാല മനസ്കത എനിക്കില്ല. തല്ലി ഒടിക്കും ഞാൻ ആ പന്ന മോനെ. അങ്ങനെ നീ മാത്രം പോകണ്ട, അവൻ നിന്റെ ചേട്ടനാണെങ്കിൽ എൻ്റെ അനിയനാണ്. നീ വാ. ഷർട്ടിൻ്റെ കൈ മടക്കി കിച്ചൻ പറഞ്ഞതും അച്ചു അറിയാതെ തലയിൽ കൈവച്ചു. എന്തായാലും ചേട്ടനും അനിയനും കൂടി തീരുമാനിച്ച സ്ഥിതിക്ക് സിദ്ധു അറിയുന്നതിന് മുൻപ് പോയി വാ, അല്ലെങ്കിൽ പിന്നെ അത് മതി അവന്. സിദ്ധുവിന് ഇപ്പോഴും നീ കുഞ്ഞുകുട്ടിയാണ്. അനിയൻ ചേട്ടന് വേണ്ടി ആരെയും കൊല്ലാനും ഇപ്പോൾ മടിക്കില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവന് വിശ്വാസം വരില്ല. അതുകൊണ്ട് വെറുതെ അവൻ്റെ BP കൂടി കൂട്ടാൻ നിൽക്കണ്ട രണ്ടും. അച്ചു പറഞ്ഞതും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ വിച്ചു കാറിൽ കയറി. പോയി വരാമെന്ന് പറഞ്ഞ് കിച്ചുവും. പേടിച്ചു പോയോ എൻ്റെ പെണ്ണ്? അരികിൽ നിന്ന് മാറാതിരിക്കുന്നവളെ നോക്കി അവന് പാവം തോന്നി. വന്നപ്പോൾ മുതൽ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇനി ഇങ്ങനെ രാത്രി എവിടെയും പോകലേ കണ്ണേട്ടാ. ഒരുപാട് വേദനയെടുത്തു. കയ്യിലെയും നെറ്റിയിലെയും മുറിവിലെല്ലാം തടവിയാണ് ചോദ്യം. ഇല്ലടി, ഒട്ടും വേദനയില്ല. എന്തോ തടി വെച്ചടിക്കുമ്പോൾ പിന്നെ നല്ല സുഖമല്ലേ. പിന്നെ ഈ വേദന മാറാൻ ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് കാര്യം? എൻ്റെ മുറിവിലെല്ലാം നീ ഓരോ കിസ് തന്നു. അപ്പോൾ പിന്നെ വേദന പെട്ടെന്ന് മാറും. നീ ട്രൈ ചെയ്തോടി. എല്ലാ ഭർത്താക്കന്മാരും പരീക്ഷിച്ച് വിജയിച്ച ഒറ്റമൂലിയാണ് ഇത്. അയ്യടാ, അങ്ങനെ ഇപ്പം മാറണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്, നിനക്കൊരു സ്നേഹമില്ല എന്ന്. നിനക്ക് കുറച്ച് സ്നേഹം തന്നൂടെ എനിക്ക്? സ്നേഹം വേണോ? വേണം. എങ്കിൽ ക്ലോസ് യുവർ ഐസ്. സച്ചി പറഞ്ഞത് കേട്ട് സിദ്ധു രണ്ട് കണ്ണും അടച്ചു. സദ്യ കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ച് സദ്യ പ്രതീക്ഷിച്ച ചെക്കനെ പറ്റിച്ച് അവൻ്റെ കവളിൽ അമർത്തി കടിച്ചിട്ട് റൂമിൽ നിന്നും ഇറങ്ങിയോടി പെണ്ണ്. ആയുഷിനെ തിരക്കി ഓഫീസിൽ വിളിച്ചപ്പോൾ അവിടെ കാണാതെ അവൻ്റെ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് എന്തോ കാര്യമായ ഡിസ്കഷനിലിരിക്കുന്ന ആയുഷിനെയാണ്. കൂടെ തന്നെ അവൻ്റെ അച്ഛനും കൂട്ടുകാരുമുണ്ട്. വിച്ചുവിനെ കണ്ടപ്പോൾ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവൻ കണ്ട ഭാവം നടിച്ചില്ല. പക്ഷേ വിച്ചുവിൻ്റെ പുറകെ കയറി വന്ന ആളെ കണ്ടതും അറിയാതെ പ്രതാപ് ഇരുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേറ്റു. എൻ്റെ ചേട്ടനെതിരെ കൊട്ടേഷൻ കൊടുത്തത് നീയാണോ? എന്തിനായിരുന്നു? അതേലോ, ഞാൻ തന്നെയാണ്. അവന് അവൻ്റെ കാര്യം നോക്കിയാൽ പോരെ. എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിക്കാൻ നിന്നത്? ഇന്ന് കൊടുത്തത് ഡോസ്. ഇനിയും ഇങ്ങനെ ചെയ്താൽ അവനെ. ബാക്കി പറയുന്നതിന് മുൻപ് ഹോക്കി സ്റ്റിക്ക് അവിടെ ഇരുന്ന് TV-യിൽ പതിഞ്ഞു. പിന്നീട് തൃശ്ശൂർ പൂരത്തിൻ്റെ അമിട്ട് പൊട്ടുന്നത് പോലെ ആയുഷിനെ അറഞ്ചം പുറഞ്ചം വിച്ചു പെരുമാറി. പിടിച്ചു മാറ്റാൻ പോയ പ്രതാപിനെ കിച്ചൻ തടഞ്ഞു. തൻ്റെ മോൻ ചോദിച്ചു വാങ്ങുന്നതാണ് ഇത്. ആളറിഞ്ഞ് കളിക്കാൻ പഠിക്കണം പ്രതാപ് സാറേ, അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങും. ഒരു പെൺകുട്ടിയൊക്കെ ഉള്ളതല്ലേ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഇനിയും ഒരു അടി കൂടി ആയുഷ് താങ്ങില്ല എന്നായപ്പോൾ വിച്ചു ഹോക്കി സ്റ്റിക്ക് കളഞ്ഞു. ഒരിക്കൽ സാറിനോട് ഞാൻ പറഞ്ഞതാ, എൻ്റെ ചേട്ടനെയും ഏട്ടത്തിയെയും വെറുതെ വിടാൻ. നിനക്ക് ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ നീ ഏട്ടൻ്റെ മുന്നിൽ ഒറ്റയ്ക്ക് പോയാനെ. പക്ഷേ അതില്ലാത്തത് കൊണ്ടല്ലേ കൂലിത്തല്ലുകാരെ വിളിച്ചത്. ആണാണെങ്കിൽ ഒറ്റയ്ക്ക് വരണടാ. അവസാനമായി പറയുവാണ് ഞാൻ, ഇനി എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ വില്ലനായി നിങ്ങൾ വന്ന ഏട്ടൻ്റെ നേരെ തൻ്റെ ചെറുവിരലെങ്കിലും ഉയർന്നാൽ വെച്ചേക്കില്ല ഞാൻ. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ്
സിദ്ധാർത്ഥ വിശ്വനാഥനാണ്, വിഷ്ണു അല്ല. ഇനി എന്നെ ഇവിടേക്ക് വരുത്തരുത്. വന്നാൽ ഇന്ന് തന്നതിൻ്റെ ബാക്കി തരും ഞാൻ. വാ കിച്ചുവേട്ടാ, പോകാം. ഇതും പറഞ്ഞ് വിച്ചു പുറത്തേക്കിറങ്ങാൻ പോയപ്പോൾ കിച്ചു അവനെ തടഞ്ഞു നിർത്തി. എന്നിട്ട് പ്രതാപിനോടായി പറഞ്ഞു, ഇന്ന് നടന്നത് ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇനി എൻ്റെ പിള്ളേരെ കൈവച്ചാൽ പ്രതാപ് സാറിന് അറിയാമല്ലോ ഈ കിരൺ ആരാണ് എന്ന്. അച്ഛനും മോനും പിന്നെ മറ്റൊരാൾക്ക് പണിയാനുള്ള ആരോഗ്യമില്ലാതെ കിടത്തും ഞാൻ. കിരൺ വെറും വാക്ക് പറയാറില്ല എന്നറിയാമല്ലോ. ഇനി നിങ്ങളുടെ കൈ സിദ്ധുവിന് നേരെ ഉയരരുത്. ഉയർന്നാൽ പിന്നെ ആ കൈ ഉണ്ടാകില്ല.